ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ കുറച്ച് പഠിക്കുന്ന വീഡിയോ, കളിക്കുന്ന വീഡിയോ, തലവിടുന്ന വീഡിയോ ഒക്കെ കൂടി മിക്സഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണോ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആദ്യം ചെയ്യാൻ നിങ്ങൾ ഓരോ ട്യൂഷനിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഡയറൊക്കെ സെയിം ആയിട്ടാണ് ടീച്ചർ തരിക. അപ്പോൾ നിങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ട്യൂഷനില്ല. ഞങ്ങൾ ട്യൂഷൻ ചേച്ചിക്ക് പരീക്ഷ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്യൂഷൻ ഇല്ല കേട്ടോ. യെസ്, അതുകൊണ്ടാണ് ട്യൂഷൻ ഇല്ലാത്തത്. അപ്പോൾ അതുവരെയുള്ള ഹോംവർക്ക്, ഡയറി ഇതൊക്കെ എഴുതണം. അപ്പോൾ ഇന്നത്തെ ഡയറിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് എഴുതേക്കാം. അപ്പോൾ നമുക്ക് എഴുതാല്ലേ? എഴുതാം. എൻ്റെ പേപ്പർ തീരാറായിട്ടോ, പുതിയ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് എഴുതാൻ തുടങ്ങിയാലോ? കേമോൺ. ഈ നാലാം തീയതി എഴുതാൻ ഇതാണ് 25 ചൊവ്വാഴ്ചല്ലേ? നമുക്ക് എഴുതാം. ഞാൻ അഡ്ജസ്റ്റ്മെന്റിലാണ് ഒക്കെ എടുക്കണത്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടാണ് എടുക്കുക എല്ലാം. യെസ്, അപ്പൊ നമുക്ക് എഴുതാം. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾ എഴുതിയെടുക്കട്ടെ. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോവാം. ഗൈസ്, എൻ്റെ എഴുതൽ കഴിഞ്ഞു കേട്ടോ. എൻ്റെ എഴുതൽ കഴിഞ്ഞ് ഹോംവർക്ക് ഒന്നുമില്ല. ഞാൻ അടുത്ത എടുക്കാം. സോഷ്യലാണ് എനിക്ക് എടുക്കാനുള്ളത്. കുറച്ച് വായിക്കാനൊക്കെ ഉണ്ട്, പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാനത് എടുക്കാം കേട്ടോ. കുറെ പഠിക്കണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എത്തി. ഞങ്ങളുടെ സോഷ്യൽ ഞങ്ങൾക്ക് കുറെ ഇതാണ്ട്. ഇനി ഇതാണ്ട് ഞങ്ങൾക്ക് വെള്ളിയാഴ്ചക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. ഇതാണോ ഗൈസ്? മുകളിൽ കൊടുക്കുന്ന വായിച്ചോ. ഗുരുവായൂർ മലയാളം വായിക്കാണ്ട് പതിവ് പറയാം. നമുക്കിത് വായിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ മലയാള ദിനം എൻ്റെ ദിനമല്ല. ലോകത്തെ ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിനമാണ് ഇന്ന്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അത് നേടിയെടുക്കുന്നതിനു വേണ്ടി ഒരുപാട് പേർ ലോകത്തിന് ഞാൻ അവരിൽ ഒരാളാണ് മാത്രമാണ്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല. ഇവളുടെ കഴിയില്ല. ഞാൻ ഏത് പാടൊക്കെ വായിച്ച് കഴിഞ്ഞു. നമുക്ക് വായിക്കാം. പഠിച്ചോ?
ആവശ്യമുള്ള കിട്ടാറുണ്ട് ഗൈസ്. ഇതെല്ലാം ഓടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിനി അത് നോക്കണ്ട. ശരി. ഒന്നിനെ ഞാൻ പേരില്ല പേരില്ല. ഞാൻ 8 ഡിയിലാണ് പഠിക്കുന്നത്. ചാലശ്ശേരി ജെറ്റിത്തെ ചാലശ്ശേരി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഇവിടെ തന്നെ കേട്ടോ. ഒന്നും ഞാൻ പേരില്ല മറക്കുകൊണ്ട് നമുക്ക് നമ്മുടെ ഫിസിക്സ് മാസ്റ്റർ പൊളി മാഷാണ്. നന്നായി പറഞ്ഞു തരുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇതാ ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഇത് ഞങ്ങള് ട്രൈ ചെയ്ത് നോക്കി. ആദ്യമൊന്നും വർക്കായില്ല. ആദ്യമൊന്നും ഇത് വർക്കായില്ല കേട്ടോ ഗൈസ്. എന്നിട്ട് ഞങ്ങള് എണ്ണ ചേർത്തൊരു ചെക്കൻ്റെ തലയിൽ നന്നായിട്ട് ഉരച്ച് നോക്കുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് പഠിപ്പിക്കേണ്ട വേറെ ഇതിലൊക്കെ പോവാം ഗൈസ്. ഇത് ഞാൻ ചെയ്ത യെല്ലോ തീമിൻ്റെ ജേണലാണ്. ജേണൽ വീഡിയോ എന്തായാലും വ്ളോഗിൽ ഇടുന്നതാണ് കേട്ടോ. ഭംഗിയുണ്ടോ ഗൈസ്? താങ്ക് യു കേട്ടോ. അപ്പോൾ ഗൈസ് ധൈര്യം കഴിഞ്ഞ് നമുക്ക് ടെക്സ്റ്റൈലോട്ട് കിടക്കാം. ടെക്സ്റ്റ് എടുത്തില്ലല്ലോ. ഗുഡ് ഗേൾ. നമുക്ക് എൻ്റെ പഠിക്കാം. നമുക്ക് മലയാളം ആയിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് മലയാളയുടെ ഇത് വായിക്കാം. ഓക്കെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നു. സ്വപ്ന ചിറക്. ഞാൻ വായിക്കാൻ കൊളാക്കി ചേച്ചി. ഓക്കെ ഗൈസ്, ഇനി വേറെ സാധനം കാണിച്ചാട്ടോ ഗൈസ്. അപ്പം നമ്മളങ്ങനെ കുറേ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ എടുത്തേക്കാം. നമ്മുടെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ തീർന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്കൊരു ജേണൽ ചെയ്താലോ ഗൈസ്? അപ്പം എൻ്റെ ബുക്കിലാണ് നമ്മൾ ജേണൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ജേണൽ സെറ്റ് കേട്ടോ. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഡ്രൈ ഫ്ലവറൊക്കെയാണ് കേട്ടോ. ഇത് വേറെ പൂമ്പാറ്റ ഫ്രെയിം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. പിന്നെ കിട്ടണില്ല കേട്ടോ. ഇത് ഞാൻ പിന്നെ തുറന്നു. അപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജേണൽ ചെയ്താലോ? മിക്സഡ് ചാനലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പേപ്പറാണ് കേട്ടോ വേണ്ടത്. ഇതിൻ്റെ കയ്യിൽ കുറേയുള്ള കാരണമാണ് ഞാൻ എടുത്തത് കേട്ടോ. എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ഈ ഭാഗം ബെസ്റ്റ് കേട്ടോ. ഇത് എടുക്കാം, കീറി എടുക്കാം. നമുക്ക് അങ്ങനെ സൈഡ് ഭാഗം എനിക്ക് ഇഷ്ടമുള്ള പോലെ കീറി കൊടുക്കാം. കീറി കൊടുത്തിട്ട് നമുക്ക് പശ കൊണ്ട് ഇത് ഒട്ടിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാം. ഞാൻ അപ്പോൾ ഇങ്ങനെ കേട്ടോ ഒട്ടിച്ചിരുന്നത്. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ.
ഞാൻ ഉണ്ടാക്കിയ വാശി ടേപ്പാണ് ഇട്ടത്. ഞാൻ കുറച്ച് ഒരു 2 സെൻറ്റിമീറ്റർ കേട്ടോ ഉണ്ടാക്കിയത് കേട്ടോ. ഇതിൻ്റെ ഒരു പാതി നമുക്ക് എടുക്കാം. ഇതിൻ്റെ പാതി നമുക്ക് എടുക്കാം. എന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. പൊട്ടിച്ചു കൊടുക്കാം. ആദ്യം തുമ്പാണ് ഒട്ടിക്കുന്നത്. എന്താ വെച്ചാൽ അതൊന്ന് നിൽക്കാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. ദയമോൾക്കുണ്ട് കേട്ടോ ഗൈസ് ജേണൽ സെറ്റ്. പക്ഷെ ഓൾ ഇൻഡോർഡാണ് നിൽക്കണത് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇൻഡോറിൽ നിന്ന് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഒരു യെല്ലോ തീമിൻ്റെ ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റണതാണ് കേട്ടോ അതൊക്കെ. എന്നിട്ടിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു പർപ്പിൾ കളറിലുള്ള ഫ്രെയിമാണ് കേട്ടോ. ഫ്രെയിം ഇതൊന്ന് നിങ്ങൾക്ക് ഒട്ടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. എവിടെ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ തോട്ട്സൊക്കെ ചെറുതാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സൊക്കെ കൂടിയിട്ട് എഴുതാം. എന്നിട്ട് ഒട്ടിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലത്തെ ക്യൂട്ട് ഇങ്ങനത്തെയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒട്ടിച്ച് ഇപ്പം ക്യൂട്ടായില്ലേ. അങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കവായി സ്റ്റിക്കർ ഒട്ടിക്കാം. എന്നിട്ട് ഇത് ഒട്ടിച്ചിട്ട് എടുക്കാം കേട്ടോ. നമുക്കിത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രൈ നമ്മുടെ ഇതിലൊക്കെ ഉണ്ടാവും കാപ്പി ഷെയ്ഡ് എന്താ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഇത് എടുത്തത് കേട്ടോ. ഇതാ ഇങ്ങനെ ചെറുത്. എനിക്ക് വേണമെങ്കിൽ വലുതെടുക്കാം ചെറുതെടുക്കാം. യു ചോയ്സ് കേട്ടോ. എന്നിട്ട് ഇത് ഇവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ ചാനൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആണ്. ബൈ.